കടല് ആഴമേറിയതാണ് എന്ന വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒരുപക്ഷെ നിങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് വരും, ഈ കേരള സംസ്ഥാനത്ത് 1013 പേരുടെ തിരോധാനവും 38 പേരുടെ മരണവും 40 കോടി രൂപയുടെ നാശനഷ്ടവും സംഭവിച്ച ഓഖി ചുഴലിക്കാറ്റ് എന്ന് പറയുന്ന ചുഴലിക്കാറ്റ് ഈ സംസ്ഥാനത്തിന്റെ തെക്കൻ ജില്ലകളിൽ അടിച്ചു വീശിയിട്ട് ഗുജറാത്ത് സംസ്ഥാനത്തിലേക്ക് കടന്നുപോയി. നാശം വിതച്ച ഓഖി ചുഴലിക്കാറ്റിന്റെ അതിന്റെ താടനമേറ്റ കടലിലെ ആഴമേറിയ കടലുകളെ പറ്റിയാണ്, അതല്ലെങ്കിൽ അതിന്റെ തിരമാലകളെ പറ്റിയാണ് ചർച്ച ചെയ്യുന്നത് എന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. കടല് ആഴമേറിയതാണ് എന്ന് പറഞ്ഞാൽ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട സഹാബത്തിന് കൊടുത്ത 4 ഉപദേശങ്ങളിൽ 4 പ്രമേയങ്ങളിൽ ഒരു പ്രമേയമാണ് കടല് ആഴമേറിയതാണ് എന്നുള്ളത്. ആ കടല് ഏതാണ്? ആ കടൽ ആഴമേറിയതാണ് എന്ന് പ്രവാചകൻ പറഞ്ഞ കടല് സാധാരണ നമ്മൾ നമ്മുടെ മക്കളെ കൈപിടിച്ചുകൊണ്ട് കടല കുറിച്ചുകൊണ്ട് പർവ്വത സമാനമായ തിരമാലകൾ മണൽത്തരികൾക്ക് മുത്തം കൊടുത്ത് മടങ്ങി പോകുമ്പോ ആ കടലിനെ പറ്റിയാണോ റസൂലുള്ളാഹി പറഞ്ഞത്? ഒരിക്കലുമല്ല. മഹാനായ അബൂദർറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകനെ പറ്റിയിട്ട് പറഞ്ഞ ഒരു ഹദീസാണ്. മഹാനായ പ്രവാചകൻ എന്നോട് വസിയത്ത് ചെയ്തു, ഔസാനി ഖലീലി ബി 4 കലിമാത്തിൻ. 4 കാര്യങ്ങൾ പ്രവാചകൻ എന്നോട് വസിയത്ത് ചെയ്തു, എന്നെ ഉപദേശിച്ചു, എന്നെ ഗുണദോഷിച്ചു. ആ 4 കാര്യങ്ങൾ പ്രവാചകൻ എന്നെ പഠിപ്പിച്ചത് ഹുന്ന ഇലയ്യ അഹബ്ബു മിനദ് ദുനിയാ വമാ ഫീഹാ. നമ്മുടെ സ്വാഗത പ്രഭാഷകന് പറഞ്ഞതുപോലെ നാം കാരണം ഒരാൾ നന്നായാൽ ആ നന്നാകുന്ന വ്യക്തിക്ക്, ആ വ്യക്തി നന്നാകുന്നതിന് കാരണക്കാരനായ വ്യക്തിക്ക് അല്ലാഹു കൊടുക്കുന്നത് ഈ ആകാശത്തിന്റെ ചുവട്ടിലെ ഭൂമിയുടെ മുകളിലുള്ള സർവ്വസത്തക്കാലും പ്രാധാന്യമുള്ളതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചുവെങ്കിൽ മഹാനായ അബൂദർറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, 4 കാര്യങ്ങൾ എന്നെ പ്രവാചകനെ പഠിപ്പിച്ചു. ആ 4 കാര്യങ്ങൾ പ്രവർത്തിക്കുക എന്നുള്ളത്, ആ 4 കാര്യങ്ങൾ കേട്ടതിനപ്പുറം അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് ദുനിയാവും ദുനിയാവിലുള്ള സർവ്വ സ്വത്തുക്കളും ദുനിയാവിലുള്ള അധികാരവും ദുനിയാവിലുള്ള മുഴുവൻ സമ്പത്തും ദുനിയാവിന്റെ മുഴുവൻ ഖജനാവും ദുനിയാവിലെ മുഴുവൻ സംവിധാനങ്ങളും എനിക്ക് കിട്ടുന്നതിനേക്കാൾ അത്യുത്തമമാണ്, അഭികാമ്യമാണ് എനിക്ക് ഈ 4 കാര്യങ്ങൾ പ്രവർത്തിക്കൽ എന്ന് മഹാനായ അബൂദർറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ എന്നെ ശ്രവിക്കുവാൻ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയുവാനുള്ളത്, ആ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ആ 4 കാര്യങ്ങൾ നിങ്ങൾ കേട്ട അഭിപ്രായം പറയുന്നതിനപ്പുറം നല്ല പ്രസംഗം എനിക്ക് യാതൊരു ചാട്ടം ഉണ്ടാവൂല, തീരെ കൊള്ളില്ല, എനിക്ക് ഒരു വാട്ടവും ഉണ്ടാവൂല. അതുകൊണ്ട് പറയുന്നത് കേട്ട് ജീവിതത്തിൽ പ്രവർത്തിക്കുമ്പോഴാണ് രാത്രി ഇവിടെ ഉറക്കമൊഴിയുന്നതിന് അല്ലാഹു നമുക്ക് പ്രതിഫലം തരുന്നത്. അല്ലാതെ മഞ്ഞും കൊണ്ട് ചുമച്ച് നമ്മുടെ നാളത്തെ ജോലിയും എല്ലാം ബാത്തിലായി അത് ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് ഒരു ഗുണവും നമുക്കുണ്ടാവൂല. പക്ഷെ പറയപ്പെടുന്നത് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയണം, എനിക്ക് കഴിയണം, സംഘടിപ്പിച്ചവർക്ക് കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഹബീബായ പ്രവാചകനിൽ നിന്ന് കേട്ട് അബൂദർ പറഞ്ഞു, ഹുന്ന അഹബ്ബു ഇലയ്യ മിനദ് ദുനിയാ വമാ ഫീഹാ. അത് പ്രവർത്തിച്ചാൽ എനിക്ക് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിലും ദുനിയാവ് മൊത്തം എനിക്ക് കിട്ടുന്നതിനേക്കാൾ എനിക്ക് ഇഷ്ടം ഈ 4 കാര്യങ്ങൾ ചെയ്യലാണ്. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ആ 4 കാര്യങ്ങളെ പറ്റി പഠിച്ച് നമുക്ക് ദുആ ചെയ്ത് പിരിയാം. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദറിനോട് പറയുകയാണ്, അബൂദറേ അഹ്കിമി സഫീനത ഫഇന്നൽ ബഹറ അമീഖ്. കടല് ആഴമേറിയതാണ്, കടലിലൂടെ സഞ്ചരിക്കേണ്ട കപ്പലിനെ നീ ഭദ്രമാക്കണം. ആ കടല് ആഴമേറിയതാണ്, കടലിലൂടെ സഞ്ചരിക്കുമ്പോൾ ആ സഞ്ചരിക്കുന്ന കടലിലൂടെ സഞ്ചരിക്കുന്ന കപ്പലാകുന്ന നിന്റെ രക്ഷാകവചമുണ്ടല്ലോ, ആ രക്ഷാകവചമാകുന്ന കപ്പലിനെ നീ ഭദ്രമാക്കണം. ആ കപ്പലിനെ നീ നന്നാക്കണം, ആ കപ്പലിനെ മെച്ചമാക്കണം. എന്തുകൊണ്ടെന്ന്
എവിടുന്നറിയോ? സഞ്ചരിക്കുന്ന കടൽ ആഴമേറിയതാണ് അബൂദർറേ. 1400 വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹുവിന്റെ റസൂൽ അബൂദർ എന്ന് പറയുന്ന സഹാബിയോട് മാത്രമല്ല അത് പറഞ്ഞത്, കാസർഗോഡ് ജില്ലയിലെ ചട്ടഞ്ചാലം എന്ന് പറയുന്ന പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന പള്ളത്തുങ്കൽ എന്ന് പറയുന്ന പ്രദേശത്ത് ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട ആണുങ്ങളെ, പെണ്ണുങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ 14 മുമ്പ് പറയുകയാ, കടല് ആഴമേറിയതാ, അതുകൊണ്ട് കപ്പൽ നീ ഭദ്രമാക്കണം. ഏത് കടലാണ് എന്റെ പ്രിയപ്പെട്ടവരെ റസൂലുള്ള പറഞ്ഞത്? ഏത് കടലാണ് പ്രവാചകൻ ഉണർത്തിയത്? ഏത് കപ്പലിനെ പറ്റിയാണ് റസൂലുള്ള പറഞ്ഞത്? നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ സഹോദരങ്ങളെ, കാസർഗോഡ് ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കടൽ ചേർന്ന് കിടക്കുകയാണല്ലോ. ഈ കടലിനെ പറ്റിയല്ല റസൂലുള്ള പറഞ്ഞത്. ഏത് കടലിനെ പറ്റിയാ ഹബീബ് പറഞ്ഞതെന്നറിയോ? 14 മുമ്പ്, 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ തിരുദൂതർ പറഞ്ഞ കടൽ ആഴമേറിയെന്ന് പറഞ്ഞ കടലേതെന്നറിയോ? ആ കടലിലൂടെ സഞ്ചരിക്കേണ്ട കപ്പലിനെ നീ ഭദ്രമാക്കണമെന്ന് പറഞ്ഞ കപ്പലേതെന്നറിയോ? അല്ലാഹുവിന്റെ മഹാരഥന്മാരായ മുന്നോറുകളായ പൂർവസൂരികൾ പറഞ്ഞു തന്നില്ലേ, ഇന്നലില്ലാഹി ഇബാദൻ ഫൂതനാ طلقوا الدنيا وخافوا الفتنة نظروها فيها فلما علموا أنها ليست لحين وطنا. ദുനിയാവെന്ന് പറയുന്ന പെണ്ണിനെ മൊഴിച്ചൊല്ലിയവരാ മുൻഗാമികള്. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട പടച്ചതമ്പുരാന്റെ വിഐപികളായ കുറെ ദാസന്മാര്, അവര് ദുനിയാവിനെ മൊഴിച്ചൊല്ലിയവരാണ്. അവര് ദുനിയാവിന്റെ ഫിത്നയെ ഭയപ്പെട്ടവരാ, ദുനിയാവിന്റെ ഭീകരതയെ ഭയപ്പെട്ടവരാണ്. അവര് ദുനിയാവിനെ ഒന്ന് അവര് പരിശോധിച്ചപ്പോൾ, ദുനിയാവിനെ ആറ്റിക്കുറുക്കിയൊന്ന് പരിശോധിച്ചപ്പോ ഒരു മനുഷ്യന് താമസിക്കാൻ പറ്റിയ നാടല്ല, ഒരു മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റിയ വീടല്ല ഈ ദുനിയാവെന്ന് മനസ്സിലാക്കിയപ്പോൾ അവര് ദുനിയാവിനെ ഒഴിവാക്കി മൊഴിച്ചൊല്ലിയവരാണ്. സഹോദരങ്ങളെ, കടലേതാണ്, കപ്പലേതാണ്? ആ സമയത്ത് അവര് ദുനിയാവ് വേണ്ട എന്ന് വെച്ചപ്പോ ദുനിയാവെന്ന് പറയുന്ന കടല്, ഈ ദുനിയാവ് എന്ന് പറയുന്ന കടലാണ് പ്രിയപ്പെട്ടവരെ. നിങ്ങൾക്കറിയില്ലേ, നടുകടലിലും മുങ്ങി താഴുന്നവന് കച്ചിത്തുരുമ്പ് കിട്ടിയാലും രക്ഷപ്പെടും. ആ കച്ചിത്തുരുമ്പിന് വേണ്ടി കൈനീട്ടി യാചിക്കും നടുകടലിൽ കിടക്കുന്നവന്. അതുപോലെയല്ലേ വീട് വെക്കാൻ വേണ്ടി ഇറങ്ങുന്നവന് നടുകടലിലായവനെ പോലെയല്ലേ കടലിൽ മുങ്ങി താഴുന്നവന്റെ കൊതി എന്താണ്? പെട്ടെന്ന് രക്ഷപ്പെടണമെന്നാണ്. വീട് വെക്കാൻ തുടങ്ങുന്നവന് കടലിൽ ചാടിയവനെ പോലെയാണ്. പെട്ടെന്നൊന്ന് വീട് വെച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു, ആ വീടിന്റെ പണിയൊന്ന് പൂർത്തീകരിച്ചിരുന്നെങ്കിൽ മതിയായിരുന്നു. കല്യാണം കഴിക്കുന്നവന്റെയും അവസ്ഥ അത് തന്നെ. കല്യാണം വിളി തുടങ്ങിക്കഴിഞ്ഞാൽ, കല്യാണത്തിന്റെ പ്രപ്പോസൽ വന്നു കഴിഞ്ഞാൽ അവന്റെ മനസ്സിന്റെ ചിന്ത എന്താണ്? പെട്ടെന്ന് ആ കല്യാണം വന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ. എന്തുകൊണ്ടാണ്? നടുകടലിൽ ചാടിയവനെ പോലെയാണ്. വാഹനമെടുക്കാൻ പോകുന്നവന്റെയും കരാറ് തന്നെയാണ്. എന്തിനേറെ ഈ പട്ടന്തുകാല്, ഈ പള്ളന്തുകാലം എന്ന് പറയുന്ന പ്രദേശത്ത് ഇവിടെ വഴല് വെച്ച എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വഴല് വെച്ച് പോസ്റ്റർ ഒട്ടിച്ച് ഫ്ലക്സ് വെച്ച് നോട്ടീസ് അടിച്ച് നിങ്ങൾ പ്രചരണം തുടങ്ങിയപ്പോ നിങ്ങളുടെ മനസ്സ് പറഞ്ഞതെന്താണ്? അല്ലാഹുവേ, പെട്ടെന്ന് ആ പരിപാടി അങ്ങ് തീർന്നിരുന്നെങ്കിൽ എന്താ? മനോഹരമായി, ഭംഗിയായി, ഗംഭീരമായി പരിപാടി അങ്ങ് അവസാനിച്ചിരുന്നെങ്കിലെന്ന്. സഹോദരങ്ങളെ, ദുനിയാവെന്ന് പറയുന്നത് നടുകടൽ തന്നെയാ. ആ നടുകടലാകുന്ന ദുനിയാവിലൂടെ നമുക്ക് സഞ്ചരിക്കാനുള്ള രക്ഷാകവചമായ കപ്പലേതെന്നറിയോ? സൽക്കർമ്മമാകുന്ന കപ്പലുണ്ടാക്കണം പ്രിയപ്പെട്ടവരെ. കാരണം കടലാകുന്ന ദുനിയാവിലൂടെ
സൽക്കർമ്മമാകുന്ന കപ്പലിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു മനുഷ്യനും മറുകരയെത്താറുണ്ട്. ആ മറുകര എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ സ്വർഗമാണ് മറുകര. ഈ ദുനിയാവാകുന്ന കടലിലൂടെ കപ്പലാകുന്ന സൽക്കർമ്മത്തിലൂടെ യാത്ര ചെയ്യുന്ന മനുഷ്യന് മറുകരയാകുന്ന സ്വർഗത്തിലേക്ക് ചെന്നെത്തുമ്പോൾ സഹോദരങ്ങളെ അവന്റെ ജീവിതം അവസാനിക്കുകയാ. അവന്റെ ജീവിതം അവസാനിക്കുന്നു. ഇന്നത്തെ ജീവിതമാണ് അവസാനിക്കുന്നത്. പിന്നെ അവന്റെ ഇതുപോലുള്ള ജീവിതം അങ്ങ് അവസാനിച്ചു. പിന്നെ ജീവിതത്തെ പറ്റി അല്ലാഹു പറഞ്ഞത് സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ. പിന്നെ അവിടെ മരണവുമില്ല, ജീവിതവുമില്ല. സഹോദരങ്ങളെ, നരകത്തിന്റെ അവസ്ഥയെ പറ്റി അല്ലാഹു പറഞ്ഞതാണ്. അവിടെ ജീവിതമില്ല, മരണമില്ല. എന്നാൽ നേരെ സ്വർഗത്തിലേക്ക് കടന്നു പോയാലോ, നമ്മുടെ മറുകരയാകുന്ന സ്വർഗത്തിലെത്തിയാലോ അവിടെ ജീവിതം മാത്രമാണ്. അതിവിടത്തെ ജീവിതമല്ല, മറ്റൊരു ജീവിതമാണ് സ്വർഗീയ ലോകത്തേക്ക് നമ്മൾ ചെല്ലുമ്പോ. അതുകൊണ്ട് ദുനിയാവാകുന്ന കടലിലൂടെ കപ്പലാകുന്ന സൽക്കർമ്മത്തിൽ കേറേണ്ട ചെറുപ്പക്കാരാ, സ്വർഗമാകുന്ന മറുകര നമുക്ക് എത്തിച്ചേരണ്ടേ. അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അല്ലാഹു നമുക്കതിനുള്ള തൗഫീക്ക് നൽകട്ടെ. അതുകൊണ്ട് കടൽ ആഴമേറിയതാണ്. കപ്പലിനെ നമ്മൾ ഭദ്രമാക്കണം. ഒന്ന് ശ്രദ്ധിച്ചോളി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ദുനിയാവെന്ന് പറയുന്നത് കടലാണ്. ആർക്കും ഒരു സംശയം ഉണ്ടാകണ്ട, ഒരു കടൽ തന്നെയാണ്. ആ കടലിൽ വീണുപോയവൻ എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്ന് കൊതിക്കുന്നത് പോലെ, നടുകടലിൽ വീണവൻ രക്ഷപ്പെടാൻ ആഗ്രഹിക്കും പോലെയാണ് ദുനിയാവിൽ നമ്മൾ ഏതൊരു വിഷയത്തിൽ ഇറങ്ങി തിരിച്ചാലും പെട്ടെന്ന് ഇതങ്ങ് തീർന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. അതല്ലേ നമ്മുടെ ആഗ്രഹം. നമുക്ക് നല്ല ഒരു കപ്പൽ വേണം, എങ്കിലേ വെള്ളത്തിന്റെ മുകളിലൂടെ യാത്ര ചെയ്യാൻ പറ്റൂ. ആ കപ്പല് സ്വാലിഹായ പ്രവർത്തനമാണ് എന്ന് മഹാനായ പ്രവാചക പ്രഭു നബി മുഹമ്മദ് മുസ്തഫ. മറുകര, കടലിലൂടെ യാത്ര ചെയ്യുന്ന കപ്പൽ ചെന്നെത്തുന്നത് എവിടെയാണ്? മറുകര ചെന്നെത്തും. ആ മറുകര അള്ളാഹുവിന്റെ പ്രവിശാലമായ സ്വർഗമാണ്. ആകാശഭൂമിയോളം വിശാല വിസ്തൃതമാണ് എന്ന് വിശുദ്ധ ഖുർആൻ വിശദീകരിച്ച അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കപ്പെട്ട, കൈകൊണ്ട് തൊട്ടാൽ പൊട്ടിച്ചിരിക്കുന്ന മണവീണ കമ്പികളുടെ നാദം കൊണ്ട് മുഖരിതമായ സുഖലോലുപ സ്വർഗം, അതാണ് മറുകര. നിങ്ങൾ നോക്ക്, നിങ്ങൾ എന്റെ കൂടെ വരണം. ഒന്നാമത് ആള് കുറവാണ്, അതുകൊണ്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ഇരിക്കണം. ഞാൻ ഇത്രയും ദീർഘദൂര യാത്ര ചെയ്തു വന്നയാളാണ്. ഇന്നലെ കൊല്ലം ജില്ലയിലെ പരിപാടി, ആ പരിപാടി കഴിഞ്ഞപ്പോഴേക്കും 12:30 മണിയാണ്. അതിനുശേഷം 2 മണിക്കൂർ യാത്ര ചെയ്ത് എന്റെ വീട്ടിലെത്തി. 2:30 മണിക്ക് അവിടെ ചെന്ന് ഒരൽപ്പം കിടന്ന് 4:30 മണിക്ക് എഴുന്നേറ്റു. അതിനുശേഷമാണ് നേരെ എയർപോർട്ടിൽ പോയി, പിന്നെ നേരെ കോഴിക്കോട് വന്നു. അവിടെ നിന്ന് ട്രെയിനിൽ ഇവിടെ വന്നു. 2 മണിയോടുകൂടി ഇവിടെ എത്തി. ഈ പരിപാടി കഴിഞ്ഞ് ഇന്ന് അഷ്റഫ്ക്കാടെ വീട്ടിൽ കിടന്നുറങ്ങി. നാളെ നേരം വെളുക്കുമ്പോൾ നാളെ 10 മണിക്ക് യാത്ര ചെയ്താൽ നാളത്തെ കോഴിക്കോട് പരിപാടിയും കഴിഞ്ഞ് ഞാൻ എന്റെ വീട്ടിലേക്ക് പോകും. അപ്പൊ 2 മണിക്കൂർ നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും ദീർഘമായ യാത്ര ചെയ്തു വന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ അനുഗ്രഹീത സദസ്സിന്റെ പോരിശ മനസ്സിലാക്കിയിട്ട് ഉള്ള ആള് മതി നമുക്ക് ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുകളൊന്നും വേണ്ട, അമൽ ചെയ്താൽ മതി. അതുകൊണ്ടാണല്ലോ ഒരു മഹാൻ പറഞ്ഞത്, ഹാലു റജുലിൻ ഫീ അൽഫി റജുലിൻ അൻഫഉ മിൻ വഅളി അൽഫി റജുലിൻ ഫീ റജുലിൻ. 1000 പേര് ഒരാൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കുകയാണ്. 1000 പേര് ഒരാൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കുന്നു. അതിനേക്കാൾ അനിവാര്യം, അതിനേക്കാൾ പ്രയോജനം ഒരാൾ 1000ങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലാണ്. 1000 പേര് ഒരാൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഒരാൾ 1000ങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കലാണ്. അതുകൊണ്ട് ആള് കുറഞ്ഞോട്ടെ, പ്രശ്നമല്ല. പറയുന്ന വിഷയങ്ങൾ പ്രവർത്തിക്കാൻ നമുക്കൊരു മനസ്സുണ്ടാക്കണം. അള്ളാഹു അതിന് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ എന്റെ ഒരു വിഷമം ഇങ്ങനെ പറഞ്ഞു ആളില്ല എന്ന് തീർക്കുന്നതേ ഉള്ളൂ, കാരണം ഉൾപ്രദേശമാണ്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ, പടച്ചോ സ്വീകരിക്കട്ടെ. എന്റെ സഹോദരങ്ങളെ, നമ്മൾ കടലിൽ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഒരു കപ്പൽ യാത്രികൻ 3 കാര്യങ്ങൾ ഭയപ്പെടണം. കപ്പലിൽ യാത്ര ചെയ്തിട്ടുള്ളവർക്കാണെങ്കിൽ അറിയാം, 3 ഭീഷണികൾ അവര് നേരിടും. ഏതൊക്കെയാണ്? കപ്പൽ തകരാൻ 3 കാരണങ്ങൾ മതി. ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ പറയും. ടൈറ്റാനിക് തകർന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ടൈറ്റാനിക് തകർന്നത് എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം. വേറെ ഏത് കപ്പൽ പോലെയുമല്ല ടൈറ്റാനിക്, കാരണം അത് സിനിമ ഇറങ്ങി കാണിച്ചു തന്നതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 3 ഭീഷണികളാണ് നേരിടുന്നത്. ഒന്ന്, കപ്പൽ യാത്ര ചെയ്തിട്ടില്ലേ നിങ്ങൾ?
കപ്പൽ യാത്ര ചെയ്യണം. ഇതൊക്കെ സ്വർഗത്തിൽ പോയാൽ കപ്പൽ യാത്ര ചെയ്യാൻ പറ്റുമോ? അതൊക്കെ ഇവിടെ പറ്റൂ. അതുകൊണ്ട് ഇവിടെ അതൊക്കെ ഇതൊക്കെ നമുക്ക് അള്ളാഹു തന്നതാണ്, നമുക്ക് മാത്രം, മുഅ്മിനീങ്ങൾക്ക് മാത്രം അള്ളാഹു അനുഭവിക്കാൻ വേണ്ടി തന്നതാണ്. ഫ്ലൈറ്റിൽ കയറിയിരിക്കണം. സ്വർഗത്തിൽ പോയാൽ ഫ്ലൈറ്റ് ഒന്നുമില്ല, കപ്പലൊന്നും സ്വർഗത്തിലില്ല. അതൊക്കെ ഇവിടെയാണ്. അതൊക്കെ നമ്മൾ അനുഭവിക്കാതെ പിന്നെ എവിടെ അനുഭവിക്കാനാണ്? നമ്മക്കല്ലേ അള്ളാഹു കപ്പൽ തന്നത്. ലോകത്തുള്ള എല്ലാം നിങ്ങൾക്ക് തന്നതാണെന്ന് ഖുർആൻ പറയുമ്പോ നമ്മൾ കപ്പലിൽ കയറില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ? അല്പം പൈസയൊക്കെ മുടക്കിയിട്ട് മക്കളെ കൊണ്ടുപോകണം, കപ്പലിലൊക്കെ ഒന്ന് കയറ്റിയിട്ട് കറക്കി കൊണ്ടുവരണം. ലക്ഷദ്വീപിലൊക്കെ ഉള്ള ആളുകളുമായിട്ട് ബന്ധപ്പെടണം. SKSF ആളുകളൊക്കെ ലക്ഷദ്വീപിൽ ഒരുപാടുണ്ട്. അടുത്ത മാസം പിന്നെ അഗത്തി ദ്വീപിൽ ഒരു പരിപാടി കൊടുത്തിരുന്നതാണ്. ഞാൻ ആന്ധ്രത്തിൽ പോയി, പല ദ്വീപുകളിലും പോയിട്ടുണ്ട്. ഫെബ്രുവരിയിൽ ആൻഡമാൻ ദ്വീപിൽ പോകുന്നു. അപ്പൊ അതൊക്കെ നമ്മൾ അനുഭവിച്ചിരിക്കേണ്ടതാണ്. കപ്പൽ യാത്ര ചെയ്യുന്നവർ 3 ഭീഷണികൾ നേരിടണം. ഏതൊക്കെയാണ്? കപ്പൽ തകരുന്നത് 3 കാരണങ്ങൾ കൊണ്ടാണ്. ഒന്ന് പറയും, ഏതൊക്കെയാണ് കപ്പൽ തകരുന്നത്? എങ്ങനെ? കൊടുങ്കാറ്റടിച്ചാല് കപ്പൽ തകരും. 2, മഞ്ഞുകട്ടയിലിടിച്ച് കപ്പൽ തകരും. 3, കപ്പലിന്റെ ദ്വാരം എങ്ങാനും വീണ കപ്പൽ തകരും. ഇത് 3 കപ്പൽ യാത്രികന്റെ ഭീഷണിയാണ്. ഈ 3 കാര്യങ്ങൾ. ഈ കടലാകുന്ന ദുനിയാവിലൂടെ സൽക്കർമ്മമാകുന്ന കപ്പലിൽ കയറിയിട്ട് സ്വർഗമാകുന്ന മറുകരയിലെത്താൻ വേണ്ടി പോകുന്ന എനിക്കും നിങ്ങൾക്കും ഈ 3 ഭീഷണി നേരിടണം. ഒന്ന് കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റ് ഏതാണ് സഹോദരങ്ങളെ? ഭീഷണിയാകുന്ന കൊടുങ്കാറ്റാണ്. 6 മാസക്കാലം എറണാകുളം ജില്ലയിലെ വൈക്കം എന്ന് പറയുന്ന പ്രദേശത്ത് അശോകന്റെയും പൊന്നമ്മയുടെയും ഏകമകളായ അഖില എന്ന് പറയുന്ന പെൺകുട്ടി ഹാദിയ ഇസ്ലാം മതം സ്വീകരിച്ചപ്പോൾ ഹാദിയ 6 മാസക്കാലം സൂര്യപ്രകാശം അടിക്കാതെ വീടിന്റെ അകത്തളങ്ങളിൽ തടവിറക്കി സമാനം പാർപ്പിച്ചിരുന്നു. 6 മാസം കഴിഞ്ഞ് അവളെ സൂര്യപ്രകാശം അടിക്കുന്ന പ്രദേശത്തിറക്കിയപ്പോൾ അവൾ 4 കാര്യം പറഞ്ഞതിൽ ആദ്യം പറഞ്ഞത്, ഞാൻ ഉറച്ച മുസ്ലിമാണ്, എന്റെ ഇസ്ലാം മതം എന്ന് പറയുന്ന വിശ്വാസത്തെ തകർക്കാൻ ഒരു ശക്തിക്കും കഴിയില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചത് ഹാദിയ എന്ന പെൺകുട്ടിയാണ്. ഹാദിയ ഓടിച്ചിരുന്ന കപ്പൽ കൊടുങ്കാറ്റാകുന്ന ഭീഷണിക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. നമ്മളെ മുമ്പിൽ വന്നിട്ട് ഒരാൾ പറയാൻ ഉളുഹി അറുക്കലടാന്ന് പറഞ്ഞാൽ, എന്നാ വേണ്ട, എനിക്ക് ഉളുഹി അറുക്കണ്ട, കോഴി. എത്ര പള്ളികൾ തീരുമാനമെടുത്തു, ഇനി കോഴി മതിയെന്ന്. കോഴിമതിന് തീരുമാനമെടുത്തു. എന്തിന് സഹോദരങ്ങളെ? ഈ കപ്പൽ അങ്ങോട്ട് പോകുമ്പോ കൊടുങ്കാറ്റാകുന്ന ഭീഷണി വരും. അതിനെ കീറി മുറിച്ചുകൊണ്ടാകണം നമ്മുടെ സൽക്കർമ്മമാകുന്ന കപ്പല് പോകേണ്ടത്. അള്ളാഹു ഭാഗ്യം തരട്ടെ. രണ്ടാമത് സഹോദരങ്ങളെ, മഞ്ഞുകട്ടയാണ്. അന്ധവിശ്വാസമെന്ന മഞ്ഞുകട്ടയിൽ തട്ടിയിടിച്ച് ആ കപ്പലാകുന്ന സൽക്കർമ്മം തകരാന് പാടില്ല. അതുപോലെ കാപട്യമാകുന്ന വിള്ളൽ നമ്മുടെ കപ്പലിൽ വീഴാനും പാടില്ല. സൽക്കർമ്മമാകുന്ന കപ്പല്, ആ കപ്പലിലെ ജീവിതത്തിൽ ഒരിക്കൽ പോലെ കാപട്യമാകുന്ന വിള്ളൽ വീഴാന് പാടില്ല, ദ്വാരം വീഴാന് പാടില്ല. അങ്ങനെ മറുകരയാകുന്ന സ്വർഗത്തിലേക്ക് എനിക്കും നിങ്ങൾക്ക് പോകണ്ടേ സഹോദരങ്ങളെ? അതുകൊണ്ടാണ് കടലാകുന്ന ദുനിയാവിൽ കപ്പലാകുന്ന സൽക്കർമ്മം വേണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ നമുക്ക് യാത്ര ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് പ്രവാചകൻ അബൂദറിനോട് പറയുന്നു, അബൂദറേ കടൽ ആഴമേറിയതാണ്, കപ്പലിനെ ഭദ്രമാക്കണമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ഞാൻ അവസാനിപ്പിക്കുകയാണ് ആ ഭാഗം. രണ്ടാമത് റസൂലുള്ള പറഞ്ഞതെന്തെന്നറിയോ? അബൂദറിനോട് പറയുകയാണ്, അബൂദറേ വസ്തക്സിരി സാദ ഫഇന്ന സഫറ നിന്റെ യാത്ര ദൈർഘ്യമേറിയതാണ്, അതുകൊണ്ട് നീ ഒരുക്ക് മുതലുകൾ തയ്യാർ ചെയ്യുക. സഹോദരങ്ങളെ ശ്രദ്ധയോടെ ഒന്ന് കേൾക്കണേ. അല്ലാഹുവിനെ തന്നെയാണ് സത്യം. നമ്മുടെ അബൂദർ തങ്ങൾ പറഞ്ഞതെന്താണ്? ഈ 4 കാര്യം ഞാൻ പഠിച്ചപ്പോ ഈ ദുനിയാവ് മുഴുവനും എനിക്ക് കിട്ടുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം തോന്നി. ഈ ദുനിയാവ് മുഴുവനും എന്റെ കാൽ ചുവട്ടിൽ വരുന്നതിനേക്കാൾ എനിക്ക് സന്തോഷം തോന്നി. ഈ ദുനിയാവ് മുഴുവനും എന്റെ ഒരു തള്ളവിരലിന്റെ അടിയിൽ വരുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് ഈ 4 കാര്യം പ്രവർത്തിക്കലാണ് എന്ന് മഹാനായ അബൂദർ ഗിഫാരി തങ്ങൾ പറഞ്ഞെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, ആദരവായ പ്രവാചകന് 2ാമത്തെ ഉപദേശം കൊടുക്കുകയാണ്. യാത്ര ദൈർഘ്യമേറിയതാണ്, അതുകൊണ്ട് പൊന്നുമോനെ അബൂദറേ, നീ ഒരുക്കു മുതലുകൾ തയ്യാർ ചെയ്തോ.
കപ്പലിലാണ് ഒരു യാത്ര പോവുകയാണ് നമ്മൾ. ശ്രദ്ധിക്കണം. ഡൊഫടിച്ച മക്കളൊക്കെ കേട്ടോളി, നിങ്ങളെപ്പറ്റി നല്ലത് പറഞ്ഞിരിക്കുകയാണ് ഞാൻ. കുരുത്തക്കേട് കാണിച്ച് മോശം പറയിപ്പിക്കരുത്. പത്തനംതിട്ട ജില്ലയിലെ വാഴത്തിന് പോയി, എന്തൊരു ബഹളമാണ് കുട്ടികൾ. ഇവിടത്തെ പോലെ അല്ല, അവിടെ ലേലം ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ കൊണ്ട് ലേലം ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ. ഒരു സൂപ്പർ മാർക്കറ്റാണെന്ന് തോന്നും കണ്ടാൽ. കൊല മുതല് തേങ്ങ വരെ, തേങ്ങ മുതല് അരി വരെ, അരി മുതല് മുട്ട വരെ എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു സ്റ്റേജിൽ നിറച്ച സാധനങ്ങളാണ്. ഞാൻ വയലുവരാൻ നിന്നാൽ എങ്ങനെയാണ് നിന്നത്? കാരണം എന്താ, നിൽക്കാൻ സ്ഥലമില്ല, മൊത്തം ലേലത്തിന്റെ സാധനങ്ങളാണ്. അപ്പൊ ആ സാധനങ്ങൾ കൊണ്ട് വെച്ചിരിക്കുന്ന സദസ്സില് മക്കളെ ആകൊരു അസ്വസ്ഥതയാ. സദസ്സ് കയറിയപ്പോ നല്ല ആൾക്കൂട്ടമുണ്ട്. ഇടത് ഭാഗത്ത് ഫ്രണ്ടിൽ വന്നിരിക്കുന്ന കുട്ടികളൊക്കെ ബഹളം, അവർ അങ്ങോട്ട് ബഹളം ഇങ്ങോട്ട് ബഹളം. എന്തെങ്കിലും പറയാൻ പറ്റുമോ? നീ പോടാന്നിരുന്ന് പറഞ്ഞ നാണക്കേടായില്ലേ? പിന്നെ ആ നാട്ടിൽ വാതിന് പോകാൻ പറ്റുമോ? അപ്പൊ അതുകൊണ്ട് ഒരു അക്ഷരം മിണ്ടിയില്ല. ഞാൻ സംഘാടകടുത്ത് ചോദിച്ചു, ലേലമൊന്നും വിളിക്കില്ല, ഈ അണ്ടിപ്പരിപ്പ് എത്ര രൂപ വേണോന്ന് ചോദിച്ചു. ഒരു വലിയ കവർ അണ്ടിപ്പരിപ്പ് എത്ര രൂപ വേണോന്ന് ചോദിച്ചു. അത് ഉസ്താദ് എടുത്തോളെ, കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു എനിക്കല്ല, ഞാൻ 1000 തന്നേക്കാം. ആ മക്കൾക്ക് ഇട്ടെടുത്ത് കഴിഞ്ഞ് പൊട്ടിച്ച് തിന്നോളാൻ പറഞ്ഞു. ഇതിന്റെ വായിൽ അണ്ടിപ്പരിപ്പ് കയറിയത് പോലെ പിന്നെ തീരുന്നവരെ ഒരു അക്ഷരം വേണ്ടിയില്ല. ചവച്ചവച്ചിരുന്നോണ്ട് ശബ്ദം ഉണ്ടാക്കാതിരിക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ചോ നമ്മളെ നന്നാക്കട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മളൊരു യാത്ര പോവാൻ. കടല് ദുനിയാവ്, കപ്പല് സൽക്കർമ്മം, മറുകര സ്വർഗം. അപ്പൊ നമ്മൾ യാത്ര പോകുമ്പോ റസൂലുള്ള രണ്ടാമത് പറഞ്ഞു, നിന്റെ യാത്ര നീണ്ട ദൈർഘ്യമുള്ള യാത്രയാണ്. ആ യാത്രയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ നീ കരുതിയിരിക്കണം. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിന്ന് തിരുവനന്തപുരത്ത് പോകുന്ന ഒരാള് എന്തൊക്കെ കരുതും? ഒരാളെ യാത്ര പോവാൻ നമുക്ക് എന്തൊക്കെയാണ് കൊണ്ടുപോകേണ്ടത്? പറയും. ഗൾഫിൽ പോകുന്ന ഒരു ഭർത്താവ്, നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഗൾഫിലൊക്കെ ഒരുപാട് സഹോദരങ്ങൾ പോകാറുണ്ട്. ഗൾഫിലേക്ക് പോകുന്ന ഒരാൾക്ക് ഭാര്യ പോകുന്നതിന്റെ തലേ ദിവസം റെഡിയാക്കി കൊടുക്കുന്ന യാത്രയുടെ പ്രധാനപ്പെട്ട 3 സംഗതികളുണ്ട്. എന്തൊക്കെയാണ്? ഗൾഫിൽ പോയവർക്കറിയാം ഭാര്യ എന്തൊക്കെ തന്നു. എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത്? പറയ്. രഹസ്യമായി തന്നതല്ല കൂട്ടുന്നത്, ഉറച്ചു പറയാൻ പറ്റിയ സാധനങ്ങളാണ്. ഉമ്മ, മകള്, സഹോദരി, ഭാര്യ, ഭാര്യയുടെ ഉമ്മ, അവരൊക്കെ നമ്മൾ ഗൾഫിലേക്ക് പോകുന്നു എന്നറിയുമ്പോൾ നീണ്ട യാത്രയാണ്. മണിക്കൂറുകളോളം യാത്ര ചെയ്തു പോകണം. പ്രത്യേകിച്ച് കണക്ഷൻ ഫ്ലൈറ്റ് ആണ് എങ്കിൽ പല ഭാഗങ്ങളിലും നമ്മൾ ചെന്ന് മണിക്കൂറുകളോളം അവിടെ വെയിറ്റിംഗ് ഉണ്ട്. അപ്പോ ഇത്രയും യാത്ര ചെയ്യുന്ന ആളുകൾക്ക് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഭാര്യ 3 പ്രധാനപ്പെട്ട സംഗതികൾ റെഡിയാക്കി കൊടുക്കും. ഏതൊക്കെയാ? ഒന്ന് ഭക്ഷണം. നിങ്ങൾ പറയണം 3 എങ്കിലേ ഞാൻ പ്രസംഗിക്കൂ. 1 ഭക്ഷണം, 2 എന്താണ് വസ്ത്രം, 3 വെള്ളം, 3 ചിലര് വെള്ളം കുടിക്കാനാണ് ഫ്ലൈറ്റിൽ കയറുന്നത്. ഇവിടെ ആകുമ്പോ ആൾക്കാരെല്ലാം കാണും. അവിടെ കയറിയ പിന്നെ എയർ ഹോസ്റ്റസ് മാത്രമേ ഉള്ളൂ, വേറെ ആരും കാണൂല. ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക. 3 പണ്ടൊക്കെ സഹോദരങ്ങളെ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച്, പ്രായമുള്ള ആളുകളൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് വീട്ടിന്റെ കോലായിലേക്ക് വരുന്ന സമയത്ത് ഉമ്മാമ്മ, പ്രായമുള്ള ഉമ്മാടെ ഉമ്മ അല്ലെങ്കിൽ പിന്നെ വാപ്പാടെ ഉമ്മയൊക്കെ പ്രായമുള്ള സ്ത്രീകള് അവര് മുറുക്കാനൊക്കെ ഇടിച്ച് ചതച്ച് അത് റെഡിയാക്കിയിട്ട് ഉപ്പാന്റെ കയ്യിൽ വെള്ളയിൽ വെച്ചു കൊടുക്കും. അത് വായിലേക്ക് ഇട്ട് ചവച്ച് നീട്ടി തുപ്പിയിട്ട് കോലായിലിട്ടിരിക്കുന്ന ഉമ്മറത്തിട്ടിരിക്കുന്ന കസേരയിൽ വന്ന് ചാരിയിരിക്കുമായിരുന്നു പ്രായമുള്ളവര്. ഇന്നിപ്പോ അങ്ങനെയാണോ? ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചാൽ പാപ്പ ചമച്ച് കുരച്ചിറങ്ങി വരുമ്പോ ഉമ്മാമ്മ കൈവെള്ളയിൽ വെച്ചു കൊടുക്കും. എന്താ വെച്ചു കൊടുക്കുന്നത്? 12 ഗുളിക. 12 ഗുളിക. ഷുഗർ കൂടാതിരിക്കാൻ, കുറയാതിരിക്കാൻ, പ്രഷർ കൂടാതിരിക്കാൻ, കുറയാതിരിക്കാൻ 12 ഗുളിക. അപ്പൊ യാത്രക്കാരന് ആവശ്യമായ മരുന്നും അവർ കൊടുക്കും. രോഗമൊന്നും ഇല്ലാത്തവനാണെങ്കിൽ പറയും, നീ കുറച്ച് പാരസെറ്റമോളെങ്കിലും കൊണ്ടുപോകും, കാരണം അവിടെ ചെന്ന് ജലദോഷമോ പനിയോ പിടിച്ചാലോ. അപ്പൊ 3 കാര്യങ്ങൾ ഒരു യാത്രക്കാരൻ അവന്റെ ഒരുക്കു മുതലായി കൊണ്ടുപോകും. നിങ്ങൾ ശ്രദ്ധിക്കണേ, ഈ ആള് കുറഞ്ഞ വേദിയിലാണ് പ്രസംഗിക്കാൻ സുഖം. കാരണം എന്താണ്? ഇതുപോലെ സദസ്സിനോട് സംസാരിച്ച് സംവദിച്ചുകൊണ്ട് വാഴ പറയാൻ പറ്റും. ആളുകൾ കൂടുതലുള്ള കാസർഗോഡ് ജില്ലയുടെ വാഴ എനിക്ക് എങ്ങനെയാണ്
എങ്ങനെയാണെന്ന് എനിക്കറിയാം, നന്നായിട്ട് എനിക്കറിയാം. ശ്വാസം വിടാൻ പാടില്ല, ചെവിയിൽ കൈയും പിടിച്ചിട്ട് 2 മണിക്കൂർ നിന്ന് ഒരേ ശ്വാസത്തിൽ പ്രസംഗിക്കണം. എങ്കിലേ കാസർഗോഡ് ജില്ലക്കാർക്ക് പ്രസംഗം ഉഷാറായി എന്ന് പറയും. അങ്ങനെ പറഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്നറിയോ? നാളെ കോഴിക്കോട് ജില്ലയിൽ ഞാൻ ചെന്ന് ചുമക്കേണ്ടി വരും. അതുകൊണ്ട് 2 സ്ഥലത്തും അഭിപ്രായം വേണ്ടേ? അതുകൊണ്ട് സാരമില്ല, കുഴപ്പമില്ല, പ്രശ്നമൊന്നുമില്ല. ആ ഒരു അഭിപ്രായം മാത്രം മതി. അള്ളാഹു കാര്യങ്ങൾ അമൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ സഹോദരങ്ങളെ, യാത്ര പോകുന്നവന് ആദ്യമായി കരുതുന്നവന് ഭക്ഷണമാണ്. ആ ഭക്ഷണവും കൊണ്ടാണ് അവന് യാത്ര പോകുന്നത്. രണ്ടാമത് വസ്ത്രമാണ്. മൂന്നാമത് ആവശ്യമായ മരുന്നാണ്. സഹോദരങ്ങളെ, റസൂലുള്ള പറയുകയാ, ജീവിതമാകുന്ന നിന്റെ യാത്ര ദീർഘമായതാണ്, ദൈർഘ്യമേറിയതാണ്. എവിടെ നിന്ന് തുടങ്ങിയ യാത്രയെന്നറിയോ? ചട്ടഞ്ചാലുകാരാ, എവിടെ നിന്ന് തുടങ്ങിയ യാത്രയാണെന്നറിയോ? പ്രിയപ്പെട്ട പള്ളത്തുങ്കലുകാരി സഹോദരി, എവിടെ നിന്ന് തുടങ്ങിയ യാത്രയാണ്? ആലമുൽ അർവാഹ് എന്ന് പറയുന്ന ലോകത്ത് നിന്ന് തുടങ്ങിയ യാത്രയാണ്. നിങ്ങൾക്കറിയോ, അന്ന് നമ്മുടെ ശരീരമില്ല, ബോഡിയില്ല, നമ്മുടെ ഇന്നത്തെ പോലെ ശരീരമില്ല. ആലമുൽ അർവാഹിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. അത് ആലമുൽ അർഹാം എന്ന ഉമ്മ, ആലമുൽ അർഹാം എന്ന മാതാവിന്റെ ഉദരത്തിലെത്തി. അവിടെ 9 മാസം 10 ദിവസം കഴിഞ്ഞപ്പോൾ 3ാമത്തെ ലോകമായ ആലമുൽ അജ്സാം എന്ന ദുനിയാവിലെത്തി. ഇവിടെയും തീരുന്നില്ല. ആലമുൽ ബർസഖ് എന്ന 4ാമത്തെ ലോകത്തിൽ നമ്മൾ പോകാനിരിക്കുകയാ. സഹോദരങ്ങളെ, അവിടെയും തീരുന്നില്ലല്ലോ. ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ 5ാമത്തെ ലോകമായ ആലമുൽ ആഖിറയിലേക്ക് നമ്മൾ പോകേണ്ടവരാണ്. അവിടെയും നിൽക്കുന്നില്ല, യാത്ര നിൽക്കുന്നില്ല. അല്ലാഹു പറഞ്ഞല്ലോ, ഫിറൂ ഇലല്ലാഹ്, അല്ലാഹുവിലേക്കാ നിങ്ങൾ ഓടേണ്ടത്. സ്വർഗം കിട്ടിയാ നിങ്ങൾ അവിടെ നിൽക്കാൻ പാടില്ല. നിങ്ങളുടെ യാത്ര എവിടം വരെയാണ്? അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെയാ നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്. പച്ചവെള്ളമോ പച്ചമണ്ണും കൂട്ടിക്കളട്ടിയിട്ട് കൊട്ടിയാൽ ശബ്ദം കേൾക്കുന്ന ഒരു രൂപമുണ്ടാക്കി വെച്ച് അല്ലാഹു അതിൽ റൂഹോദിയപ്പോഴാണ് നമ്മൾ ചലിച്ചത്. സഹോദരങ്ങളെ, അല്ലാഹു നേരിട്ട് റൂഹോദിയ വിഭാഗമാണ് മനുഷ്യര്. ആ റൂഹോദിയ പടച്ചവനാണ് എങ്കിൽ അവനിലേക്ക് തന്നെ നമ്മൾ മടങ്ങി ചെല്ലണ്ടേ, അവനിലേക്ക് തന്നെ മടങ്ങി ചെല്ലണ്ടേ. അങ്ങനെ മടങ്ങി പോകേണ്ടത് അവനിലേക്കാണ്. അങ്ങനെ നീണ്ട വിശാലമായ ദൈർഘ്യമേറിയ യാത്രയാണ്. ആ യാത്രയിൽ ആവശ്യമായ ഭക്ഷണം നമുക്ക് തയ്യാർ ചെയ്യണ്ടേ, വസ്ത്രം നമുക്ക് തയ്യാറാക്കണ്ടേ, മരുന്ന് നമുക്ക് തയ്യാറ് വേണ്ടേ? സഹോദരങ്ങളെ, ഭക്ഷണമേതാണ്? ഏത് ഭക്ഷണമാണ്? ഗൾഫിലേക്ക് പോകുന്ന ഭർത്താവിന് ഭാര്യ അച്ചാറിട്ട് കൊടുക്കാറുണ്ട്. ഭാര്യ എല്ലാ ഭക്ഷണവും തയ്യാറാക്കി തന്റെ പ്രിയപ്പെട്ടവന്, എനിക്കും എന്റെ മക്കൾക്കും വേണ്ടി അധ്വാനിക്കാൻ പോവുകയാണ്. ജീവിതത്തിന്റെ 2 അറ്റം കൂട്ടിമുട്ടിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട ഭർത്താവ് പെടാൻ പോവുകയാ. ആ ഭർത്താവിന് ഇവിടെ ധാരാളം ഭക്ഷണം ഇഷ്ടമായിരുന്നു. എന്റെ ജീവിതത്തിൽ 10 15 വർഷത്തെ തന്റെ ജീവിതത്തിന്റെ യാത്രയിൽ തന്റെ പ്രിയപ്പെട്ടവന് ഇഷ്ടമുള്ള ഭക്ഷണമേതെന്ന് ഭാര്യക്കറിയാ. തന്റെ പ്രിയപ്പെട്ടവന് കമ്പമുള്ള ഭക്ഷണമേതെന്ന് ഭാര്യക്കറിയാ. ആ ഭക്ഷണമെല്ലാം തയ്യാർ ചെയ്ത് ഒരു ചെറിയ കാർട്ടൂണിനകത്താക്കിയിട്ട് കണ്ടെയ്നറിനകത്താക്കിയിട്ട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ ബാഗിനകത്ത് വെച്ചു കൊടുക്കുന്ന ഉമ്മ. ജീവിതമാകുന്ന യാത്ര, ഈ യാത്ര ദൈർഘ്യമേറിയതാണ്. യാത്ര ദീർഘമായതാണ്. അതുകൊണ്ട് യാത്രയ്ക്ക് ആവശ്യമായ ഒരുക്ക മുതലുകൾ തയ്യാർ ചെയ്യുക. സഹോദരങ്ങളെ, ഒന്നാമത് വേണ്ടത് ഭക്ഷണമാണ്. ഈ ഭക്ഷണം ഏതെന്നറിയോ? ബിരിയാണിയല്ല. ഈ ഭക്ഷണം ഏതാണ് പ്രിയപ്പെട്ടവരെ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ല. അല്ലാഹു തന്നെ പറയട്ടെ, നിങ്ങൾ ആവശ്യമായ ഒരുക്ക മുതലുകൾ, വിഭവങ്ങൾ നിങ്ങൾ തയ്യാർ ചെയ്യുക. നിങ്ങൾ കൊണ്ടുപോകാൻ പറ്റിയ ഭക്ഷണം ഏതെന്നറിയോ? അത് തഖ്വയാണ്. തഖ്വയാകുന്ന ഭക്ഷണമാണ് കൊണ്ടുപോകേണ്ടത്. ഒരു മഹാന് പറഞ്ഞില്ലേ, കൈഫർ റഹീലു ബിലാ സാദിൻ നിലാവതനി ലാ യൻഫഉ മർഅ ഫീ ഗൈറു തഖ്വാഹു. ഒരു നാട്ടിലേക്ക് ഭക്ഷണമില്ലാതെ എങ്ങനെയാണ് യാത്ര പോവുക? ഒരു നാട്ടിലേക്ക് ഭക്ഷണമില്ലാതെ എങ്ങനെയാണ് യാത്ര പോവുക? അവന്റെ യാത്രയിൽ ഏറ്റവും ഉചിതമായ ഭക്ഷണം തഖ്വയാണ്. സഹോദരങ്ങളെ, നമുക്ക് യാത്ര പോകേണ്ടേ? നമ്മൾ യാത്രക്കാരനല്ലേ? കടലാകുന്ന ദുനിയാവിലെ കപ്പലാകുന്ന സൽക്കർമ്മമാകുന്ന കപ്പലിൽ നമ്മൾ യാത്ര ചെയ്യുന്നവരല്ലേ? നമ്മൾ അല്ലാഹുവിന്റെ സ്വർഗമാകുന്ന മറുകരയെത്തന്റെ ഉമ്മ. അതുകൊണ്ട്
ദീർഘമായ യാത്രയിലെ ഭക്ഷണമേതാണ്, അത് തഖ്വയാണെന്ന് പരിശുദ്ധ ഖുർആൻ. ഈ ആയത്തിറങ്ങാനുള്ള കാരണം എന്തെന്നറിയോ സഹോദരിമാരെ? അത് അറിയുമ്പോഴാണ് നമ്മുടെ ഭക്ഷണം ഏറ്റവും മെച്ചമായ തഖ്വയാണെന്ന് മനസ്സിലാവുക. മക്കയിലേക്ക് പരിശുദ്ധമായ ഹജ്ജിന് പോകുന്ന ആളുകളുണ്ടായിരുന്നു. ആളുകളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം എടുത്തു കൊടുക്കുമ്പോൾ അവര് പറയുമായിരുന്നു, ഞങ്ങൾ തിന്നാൻ പോകുന്നവരല്ല, ഞങ്ങൾ തിന്നാൻ പോകുന്നവരല്ല, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട. അവര് ഒരു നേരത്തെ ഭക്ഷണം പോലും പൊതിഞ്ഞെടുക്കാതെ, അവര് ഒരു തുള്ളി വെള്ളം പോലെ കയ്യിൽ കരുതാതെ പരിശുദ്ധ ഹജ്ജിന് വരുമായിരുന്നു. അങ്ങനെ അവര് നേരെ വന്ന് പരിശുദ്ധ കഅബ കണ്ട് അവര് തവാഫ് ചെയ്ത് സഅയ് ചെയ്ത് അവര് തഹല്ലുലായി ഹജ്ജങ്ങ് പൂർത്തീകരിച്ചാൽ, ഉംറ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ വിശപ്പ് തുടങ്ങും. അങ്ങനെ വിശപ്പ് തുടങ്ങുമ്പോൾ സഹോദരങ്ങളെ പിന്നെ അവർക്ക് തവക്കുലില്ല. അവര് പറഞ്ഞപ്പോ വീട്ടിൽ നിന്ന് പോകാനിറങ്ങിയപ്പോൾ ഈ ആളുകളെ ഭക്ഷണം കൊടുത്തപ്പോൾ പറഞ്ഞത് എന്താണ്? തവക്കലത്തു അലല്ലാഹ്, ഞങ്ങൾക്ക് ഭക്ഷണം വേണ്ട, എല്ലാം പടച്ചവനെ ഏൽപ്പിച്ചിരിക്കുകയാ. പക്ഷേ മക്കയിലെത്തി ഹജ്ജ് കഴിഞ്ഞപ്പോ അവരുടെ വിശപ്പ് തുടങ്ങിയപ്പോൾ പിന്നെ തവക്കുല് മറന്നുപോയി, തവക്കുല് വിശപ്പ് വന്നപ്പോൾ മറന്നുപോയി. അങ്ങനെ അവര് ചെയ്തതെന്തെന്നറിയോ? പള്ളിയിൽ നമസ്കാരത്തിന് വേണ്ടി വരുന്ന ആളുകളോട് കൈനീട്ടാൻ തുടങ്ങി. വല്ലതും തരുമോ, വിശക്കുകയാ, വല്ലതും തരുമോ, വിശക്കുകയാ എന്ന് പറഞ്ഞ ആളുകളോട് കൈനീട്ടിയപ്പോ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു അറിയിക്കുകയാ, വതസവ്വദൂ ഫഇന്ന ഖൈറ സാദി തഖ്വാ. നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ, ഉംറയ്ക്ക് പോകുമ്പോ, നിങ്ങൾ യാത്രക്കിറങ്ങുമ്പോ കഴിക്കാനുള്ള ഭക്ഷണം കൂടെ നിങ്ങൾ തയ്യാർ ചെയ്യണേ. ഏറ്റവും നല്ല ഭക്ഷണം ഏതെന്നറിയോ? അത് തഖ്വയാണെന്ന് പരിശുദ്ധ ഖുർആൻ. എന്ത് തഖ്വയാണ് ചട്ടൻ ചാലുകാരാ നമുക്കുള്ളത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പുണ്ടോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഹലാലാണെന്ന് ഉറപ്പുണ്ടോ? പറയാൻ എളുപ്പമാണ്, പ്രസംഗിക്കാൻ എളുപ്പമാണ്. അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒരു പല്ലിമുട്ടായി നമ്മുടെ പള്ളയിൽ പോയോ നമ്മുടെ ദുആ സ്വീകരിക്കുകയില്ല, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു കബൂൽ ചെയ്യുകയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കണേ. നിങ്ങൾക്കറിയോ മഹാനായി